السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ബഹുമാന്യ സഹോദരങ്ങളെ, നൂറുൽ ഖുർആനിൻ്റെ ക്ലാസ് ഏതാനും ദിവസങ്ങളായി നമ്മൾ നിർവഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇന്ന് അത് തുടർന്ന് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായിരുന്നാലും നാളെ മുതൽ കൃത്യമായും നമ്മുടെ ക്ലാസ് അത് പുനരാരംഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിയിരുന്ന ആയത്തിൻ്റെ വിശദീകരണം മാത്രം നിർവഹിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ അവസാനമായി ഓതിയ ആയത്ത് 57-ാമത്തെ ആയത്താണ്. അതിൻ്റെ അല്പം ചില വിശദീകരണങ്ങൾ മാത്രം നൽകിയിട്ട് അടുത്ത ആയത്ത് നാളെ മുതൽ 58 മുതലുള്ള ആയത്തുകൾ നാളെ മുതൽ നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى. ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾക്ക് നാം മേഘത്തെ തണലാക്കി തരികയും ചെയ്തു, നിങ്ങൾക്ക് നാം മന്നയും സെൽവായും ഇറക്കി തരികയും ചെയ്തു. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നല്ല വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുവിൻ. വമാ ളലമൂന വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, എന്നാൽ അവർ നമ്മെ ആക്രമിച്ചില്ല, അവർ അവരുടെ സ്വന്തങ്ങളോട് തന്നെയായിരുന്നു അക്രമം പ്രവർത്തിച്ചിരുന്നത്. ഇസ്രായേൽ വിഭാഗത്തിന് അല്ലെങ്കിൽ ബനു ഇസ്രായേലിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും അതോടൊപ്പം ആ അനുഗ്രഹങ്ങളോടുള്ള അവരുടെ നിഷേധവും അതാണ് ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങൾ എന്നത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുവിനെ നേർക്കുനേരെ കണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിന്
അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ശിക്ഷ വന്നെത്തുകയും അങ്ങനെ അവരുടെ മരണശേഷം വീണ്ടും അവർക്ക് മറ്റൊരു ജീവിതം നൽകുകയും ചെയ്തു എന്ന കാര്യം കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കിയതാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുലർത്തിയ നിലപാടാണ് ഇവിടെ വീണ്ടും വിശദീകരിക്കുന്നത്. അവർക്ക് അല്ലാഹു മേഘത്തെ തണലാക്കി കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം അവർക്ക് ഭക്ഷണം, അവരുടെ ഉപജീവനത്തിനു വേണ്ടി അല്ലാഹു മന്നയും സെൽവയും ഇറക്കി കൊടുക്കുകയും ചെയ്തു. അല്ലാഹു അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള ഏറ്റവും നല്ല വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുവിൻ എന്നാണ്. അപ്പോൾ അവർക്ക് നൽകിയ ഭക്ഷണം പോലും മോശമായ ഭക്ഷണമായിരുന്നില്ല. ഏറ്റവും നല്ല വിശിഷ്ടമായതിൽ നിന്ന് തന്നെ നിങ്ങൾ ഭക്ഷിക്കുക. പക്ഷേ വമാ ളലമൂന വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, അവർ നമ്മെ ആക്രമിച്ചില്ല, പകരം അവരുടെ സ്വന്തങ്ങളോട് തന്നെയായിരുന്നു അവർ അക്രമം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകുകയും ഫിർഔനിന്റെ വലിയ പീഡനങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ കാര്യങ്ങൾ ഒരു പ്രവാചകനെ അയച്ചുകൊണ്ട്, ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹത്തിന് വിധേയമാക്കി അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമം അല്ലാഹു നടത്തുകയുണ്ടായി. എന്നിട്ടും അല്ലാഹുവിനോടുള്ള നിഷേധം ധാരാളം അവർ പ്രകടമാക്കി. പക്ഷേ വീണ്ടും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടാണ് അവർക്ക് വീണ്ടും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നത്? അവർ ചെയ്യുന്ന അക്രമങ്ങളെക്കുറിച്ച് അല്ലാഹു ഇവിടെ പറയുകയാണ്. അവർ ചെയ്യുന്ന അക്രമം യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ, അത് അല്ലാഹുവിനെ ഒരിക്കലും തന്നെ ബാധിക്കുകയില്ല. നാം എത്ര തന്നെ തെറ്റുകൾ ചെയ്താലും, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ലംഘിച്ചുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് നടന്നാലും അതെല്ലാം നമുക്ക് തന്നെയാണ്, നമ്മെ തന്നെയാണ് ബാധിക്കുന്നത്. അല്ലാഹുവിന് അതുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. അവർ നമ്മെ ആക്രമിച്ചില്ല, പക്ഷേ അവരുടെ സ്വന്തങ്ങളോട് തന്നെയായിരുന്നു അവർ അക്രമം പ്രവർത്തിച്ചിരുന്നത് എന്ന് അല്ലാഹു പറയുമ്പോൾ, ഈ ലോകത്ത് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ, അത് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ തെറ്റുകൾ, ആ കുറ്റങ്ങൾ, ആ അതിക്രമങ്ങൾ, അതെല്ലാം സ്വന്തത്തോട് തന്നെയാണ്. അല്ലാഹുവിന് മനുഷ്യരിവിടെ നന്മ ചെയ്താലും തിന്മ ചെയ്താലും അവനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒന്നും തന്നെയില്ല, ഒന്നും തന്നെ അവന് നേടുന്നില്ല, അല്ലെങ്കിൽ അവന് അതിൽ നിന്ന് ഒന്നും തന്നെ അതിന്റെ ആവശ്യവുമില്ല. അല്ലാഹു അതിൽ നിന്നെല്ലാം എത്രയോ ഉന്നതങ്ങളിലാകുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാകുന്നു അല്ലാഹു ഇവിടെ നമ്മോട് പറയുന്നത്. മനുഷ്യൻ എത്ര നിഷേധിയായിരുന്നാലും ആ നിഷേധം അത് അവനെ മാത്രം ബാധിക്കുന്നു. അവൻ ആ നിഷേധത്തിൽ നിന്ന് മുക്തനായി ഏറ്റവും നല്ല അനുസരണയോടുകൂടി, വളരെ ഉയർന്ന ചിന്തയോടുകൂടി, നല്ല പ്രവർത്തനങ്ങളോടുകൂടി മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ മനുഷ്യന് തന്നെയാണ് അതുകൊണ്ടുള്ള ഗുണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഏതൊരു മനുഷ്യന്റെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആ പ്രവർത്തനങ്ങൾ അല്ലാഹു തുലനം ചെയ്തു നോക്കുന്നു. അതിനനുസൃതമായ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പരലോകത്ത് വെച്ച് നൽകുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ധിക്കാരവും അതിക്രമവുമെല്ലാം ആ കാര്യങ്ങൾ അത് അവനെ തന്നെയാണ് ബാധിക്കുന്നത് എന്ന് മനുഷ്യർ ഓർത്തിരിക്കണം എന്ന ആശയമാണ് പൊതുവിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. നമുക്കുള്ള സന്ദേശവും അത് തന്നെയാണ്. ഇത്തരം ആയത്തുകളിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടുന്ന ആശയവും അത് തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്ന സമൂഹം എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ ധാരാളം അനുഗ്രഹങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആളുകളാകുന്നു നമ്മൾ. കൊടും തണുപ്പിൽ നിന്ന് രക്ഷ നേടുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി തന്നിട്ടുള്ളവൻ, അതോടൊപ്പം കൊടും ചൂടിൽ നിന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരുപാട് സംവിധാനങ്ങൾ, അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള നാഥൻ, അതുപോലെ
ജീവിതത്തിൽ അല്ലലും അലട്ടലുമില്ലാതെ ജീവിക്കുവാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുള്ള തമ്പുരാൻ, ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ആ ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മനുഷ്യനെ കൈപിടിച്ചുകൊണ്ട് അവനെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ സൃഷ്ടാവ്, അങ്ങനെയുള്ള അവനായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവനെ നിങ്ങൾ ഓർക്കുക, അവന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി നിങ്ങൾ മാറുക. മറിച്ച് അവൻ നൽകിയ അനുഗ്രഹങ്ങളെ തട്ടിക്കളഞ്ഞുകൊണ്ട് അതിന് നന്ദിയുള്ളവരാവാതെ അതിനോട് നിഷേധഭാവമാണ് നിങ്ങൾ പുലർത്തുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പര്യവസാനം എന്ന് പറയുന്നത് നരകമാണ്, പരലോകത്തെ പരാജയമാണ്. ആ പരാജയമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് ജീവിക്കുന്ന സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ മുഹമ്മദ് അമാനി മൗലവി നൽകിയ ആ വ്യാഖ്യാനം നാം വായിക്കുക. അതിപ്രകാരമാകുന്നു: ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ട ശേഷം തങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെന്ന് ആ രാജ്യം അടക്കി വെച്ചിരുന്ന ശത്രുക്കളെ പുറത്താക്കുവാൻ ഇസ്രായേലിയർ കൂട്ടാക്കാത്തത് നിമിത്തം അവർ 40 കൊല്ലം സീനാ താഴ്വരയിൽ കെട്ടിത്തിരിയേണ്ടി വന്നു. അക്കാലത്ത് അള്ളാഹു അവർക്ക് നൽകിയ വമ്പിച്ച 2 അനുഗ്രഹങ്ങളെയാണ് ഈ വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ സൂറത്തുൽ മാഇദയിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടെ വെച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ വരുന്നതും ആ കൽപ്പനകൾക്ക് അവർ ലംഘനം പുലർത്തുന്നതുമായ സംഭവങ്ങൾ സൂറത്തുൽ മാഇദയിൽ വളരെ വിശദമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ആ 2 അനുഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ കാലഘട്ടത്തിൽ ഒരു രാജ്യം അടക്കി വച്ചിരുന്ന ശത്രുക്കളെ പുറത്താക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ അത് ഇവർ കൂട്ടാക്കിയില്ല. പകരം അവർ 40 കൊല്ലം ആ സീനാ താഴ്വരയിൽ കെട്ടിത്തിരിയുകയാണുണ്ടായത്. അല്ലാഹു അവരോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ആ രാജ്യത്തേക്ക് പ്രവേശിക്കുക എന്ന്. പക്ഷേ അവർ അതിന് തയ്യാറായില്ല. സൂറത്തുൽ മാഇദയിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആയത്തുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഈ അവസരത്തിൽ നന്നായിരിക്കും. أعوذ بالله من الشيطان الرجيم. وإذ قال موسى لقومه يا قوم اذكروا نعمة الله عليكم إذ جعل فيكم أنبياء وجعلكم ملوكا وآتاكم ما لم يؤت أحدا من العالمين يا قوم ادخلوا الأرض المقدسة التي كتب الله لكم ولا ترتدوا على أدباركم فتنقلبوا خاسرين قالوا يا موسى إن فيها قوما جبارين وإنا لن ندخلها حتى يخرجوا منها فإن يخرجوا منها فإنا داخلون قال رجلان من الذين يخافون أنعم الله عليهم ادخلوا عليهم الباب فإذا دخلتموه فإنكم غالبون وعلى الله فتوكلوا إن كنتم مؤمنين قالوا يا موسى إنا لن ندخلها أبدا ما داموا فيها فاذهب أنت وربك فقاتلا إنا هاهنا قاعدون قال رب إني لا أملك إلا نفسي وأخي
فافرق بيننا وبين القوم الفاسقين قال فإنها محرمة عليهم 40 سنة يتيهون في الأرض فلا تأس على القوم الفاسقين. ഇത്രയും വളരെ വിശദമായിക്കൊണ്ട് തന്നെ ആ ചരിത്രം സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭമോർക്കുക. എന്റെ ജനങ്ങളെ, നിങ്ങളിൽ പ്രവാചകന്മാരെ നിയോഗിക്കുകയും നിങ്ങളെ രാജാക്കന്മാരാക്കുകയും മനുഷ്യരിൽ നിന്ന് മറ്റാർക്കും നൽകിയിട്ടില്ലാത്ത പലതും നിങ്ങൾക്ക് നൽകുകയും ചെയ്തുകൊണ്ട് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചത് നിങ്ങൾ ഓർക്കുക. എന്റെ ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള പവിത്ര ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുവിൻ. നിങ്ങൾ പിന്നോക്കം മടങ്ങരുത്, എങ്കിൽ നിങ്ങൾ നഷ്ടക്കാരായി മാറും. അവർ പറഞ്ഞു, ഓ മൂസ, പരാക്രമശാലികളായ ഒരു ജനതയാണ് അവിടെയുള്ളത്. അവർ അവിടെ നിന്ന് പുറത്തു പോകുന്നതുവരെ ഞങ്ങൾ അവിടെ പ്രവേശിക്കുകയേ ഇല്ല. അവർ അവിടെ നിന്ന് പുറത്തു പോകുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ അവിടെ പ്രവേശിച്ചു കൊള്ളാം. ദൈവഭയമുള്ളവരിൽപ്പെട്ട അള്ളാഹു അനുഗ്രഹിച്ച രണ്ടുപേർ പറഞ്ഞു, നിങ്ങൾ അവരുടെ നേർക്ക് കവാടം കടന്നങ്ങ് ചെല്ലുക. അങ്ങനെ നിങ്ങൾ കടന്നു ചെന്നാൽ തീർച്ചയായും നിങ്ങൾ തന്നെയായിരിക്കും ജയിക്കുന്നത്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ഓ മൂസ, അവരവിടെ ഉണ്ടായിരിക്കുന്ന കാലത്തോളം ഞങ്ങൾ ഒരിക്കലും അവിടെ പ്രവേശിക്കുകയില്ല. അതിനാൽ താങ്കളും താങ്കളുടെ രക്ഷിതാവും കൂടി പോയി യുദ്ധം ചെയ്യുക. ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എന്റെയും എന്റെ സഹോദരന്റെയും കാര്യമല്ലാതെ എന്റെ അധീനത്തിലില്ല. ആകയാൽ ഞങ്ങളെയും ഈ ധിക്കാരികളായ ജനങ്ങളെയും തമ്മിൽ വേർപിരിക്കണമേ. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നാൽ ആ നാട് 40 കൊല്ലത്തേക്ക് അവർക്ക് വിലക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ച അക്കാലമത്രയും അവർ ഭൂമിയിൽ അന്തം വിട്ട് അലഞ്ഞു നടക്കുന്നതാണ്. ആകയാൽ ആ ധിക്കാരികളായ ജനങ്ങളുടെ പേരിൽ നീ ദുഃഖിക്കരുത്. ഇതാണ് ഈ ചരിത്രം. അതായത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ താമസമുറപ്പിച്ചതോടെയാണല്ലോ ഇസ്രായേലിയർ അവിടുത്തെ പൗരന്മാരായത്. പക്ഷെ പിൽക്കാലത്ത് ഫറവോ ചക്രവർത്തിമാരുടെ കീഴിൽ അവർക്ക് ക്രൂരമായ അടിമത്തം അനുഭവിക്കേണ്ടി വന്നു. പ്രവാചകന്മാർ മുഖേന അള്ളാഹു അവർക്ക് ഉറപ്പു നൽകിയിരുന്നു, പവിത്ര ഭൂമിയിൽ അഥവാ പലസ്തീനിൽ അവരെ അവൻ അധിവസിപ്പിക്കുമെന്ന്. അള്ളാഹു ഒരു വിഭാഗത്തെ ഒരിടത്ത് അധിവസിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവിടെയുള്ളവരൊക്കെ അവൻ കുടിയൊഴിപ്പിച്ച് സ്ഥലം കാലിയാക്കി ഏൽപ്പിച്ചു കൊടുക്കുമെന്നല്ല അതിന്റെ അർത്ഥം. അച്ചടക്കത്തോടെയും ധീരതയോടെയും കൂടി മുന്നേറുകയും എതിർപ്പുകളെ അതിജീവിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ അധിനിവേശം നടത്തുന്നവരെ അള്ളാഹു അനുഗ്രഹിക്കും. അതാണ് അള്ളാഹുവിന്റെ നടപടിക്രമം. ദൈവിക നടപടിയെപ്പറ്റി വികലമായ ധാരണയും ഭീരുത്വവും കൂടിച്ചേർന്നപ്പോൾ ഇസ്രായേൽ വിഭാഗം അനുസരണം കെട്ട ഒരു വർഗമായി അധപതിക്കുകയാണുണ്ടായത്. സീനാ മരുഭൂമിയിൽ 40 വർഷം അന്തം വിട്ട് അലഞ്ഞു നടക്കുക എന്നതാണ് അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷ. അതിനിടയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബിയും പരലോകം പ്രാപിച്ചു. പിന്നീട് യൂഷ നബിയുടെ കാലത്താണ് ഇസ്രായേലിയർക്ക് വാഗ്ദത്ത ഭൂമിയിൽ അധിനിവേശം നടത്താൻ സാധിച്ചത്. അപ്പോൾ ഇവിടെയുള്ള ചരിത്രം ഇതാണ്. ഇങ്ങനെ ചെങ്കടൽ കടന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ട ആളുകൾക്ക് അള്ളാഹു വാഗ്ദത്തം ചെയ്തിരുന്ന ഭൂമി പലസ്തീനായിരുന്നു. ബൈത്തുൽ മഖ്ദിസ് അടങ്ങുന്ന മസ്ജിദുൽ അഖ്സ ഉൾപ്പെടുന്ന ആ രാജ്യമാണ് അവർക്ക് അള്ളാഹു വാഗ്ദത്തമായി നൽകിയിരുന്നത്. ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുക. പക്ഷെ അവർ പറയുന്നത്, അവിടെ അക്രമികളായ ആളുകളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കില്ല, അവർ പോവട്ടെ, അവർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രവേശിക്കാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത്, അല്പം ചില ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ അല്പം ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് ആ കാര്യങ്ങൾ?
ആ കാര്യങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. അത് ആവശ്യമാകുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ അത് ഉപയോഗിക്കേണ്ടതുണ്ട്, അതിന് നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കേണ്ടതുണ്ട്. പക്ഷേ അവരതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, അത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് അവർ പറഞ്ഞത്, നീയും രക്ഷിതാവും പോയി യുദ്ധം ചെയ്തു കൊള്ളുക, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അത്രയും ധിക്കാരത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ അവർ സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖാല ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സന, 40 വർഷക്കാലം ആ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ, ആ രാജ്യത്തേക്ക് കടന്നു ചെല്ലാൻ സാധിക്കാതെ അവർ ഭൂമിയിൽ അന്തം വിട്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു. ആ കാലഘട്ടത്തെ സംബന്ധിച്ചാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത്. അക്കാലത്ത് അവർക്ക് അള്ളാഹു വമ്പിച്ച 2 അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു. ആ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് വദല്ലൽന അലൈക്കുമുൽ ഗമാമ, മേഘം നിഴലാക്കി കൊടുത്തു എന്ന് പറയുന്നത്. സസ്യവർഗങ്ങളും നീരുറവുകളും ഇല്ലാത്ത പ്രദേശമാകൊണ്ട് മരുഭൂമിയിലെ ഉഷ്ണാധിക്യം പറയേണ്ടതില്ലല്ലോ. അമാനി മൗലവിയുടെ വിശദീകരണം തുടരുകയാണ്. ഇസ്രായേലിയർക്കാണെങ്കിൽ അവിടെ വീടും പുരയും ഇല്ലതാനും, ക്രമേണ തമ്പും പാളയങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രം. ഈ അവസരത്തിൽ അള്ളാഹു അവർക്കവിടെ നിത്യവും മേഘത്തണലുകൾ നൽകിക്കൊണ്ടിരുന്നു. മേഘമെന്നർത്ഥം നൽകപ്പെട്ട അൽ ഖമാം എന്ന പദത്തെ ആസ്പദമാക്കി അത് വെളുത്തതും തണുപ്പ് നൽകുന്നതുമായിരുന്നുവെന്ന് ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ അനുഗ്രഹം 2, ഭക്ഷണത്തിന് മന്നായും സൽവായും നൽകിയത്. ലക്ഷക്കണക്കിന് ആളുകൾ കൃഷിയോ മറ്റോ ചെയ്ത് ഉപജീവനം കഴിക്കാൻ ഒരു നിലക്കും സൗകര്യമില്ല. അഭയാർത്ഥികളായി ഒരു രാത്രി ഗൂഢമായി ഓടിപ്പോന്നവരാണല്ലോ അവർ. ഇക്കാലത്ത് അള്ളാഹു അവർക്ക് വിഭവന്നു അതെന്നും മറ്റും പറയപ്പെടുന്നു. ഏതായാലും അധ്വാനമില്ലാതെ ലഭിക്കുന്നതും വളരെ മധുരവും ഹൃദ്യവുമായ ഒരു ഭക്ഷ്യപദാർത്ഥമായിരുന്നു മന്ന. അതൊരു ഭക്ഷ്യപദാർത്ഥമായും പാനീയമായും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ല ചൂണ്ടിക്കാട്ടിയതുപോലെ അത് സ്വന്തമായി തിന്നാവുന്ന ഒരു ഭക്ഷ്യ പദാർത്ഥമായും വെള്ളത്തിൽ കലർത്തി കുടിക്കത്തക്ക ഒരു പാനീയമായും ഉപയോഗിക്കാവുന്നതായിരിക്കാം. അള്ളാഹുവിനറിയാം. ഒരു തരം കാടപ്പക്ഷിയോ അല്ലെങ്കിൽ കാടപ്പക്ഷിയെ പോലെയുള്ള ചെറുപക്ഷിയോ ആണ് സൽവ. ഇതും യഥേഷ്ടം ലഭിക്കത്തക്ക വിധം അള്ളാഹു അവർക്ക് നൽകിയിരുന്നു. മൂസ നബിയുടെ പ്രാർത്ഥനാ ഫലമായി വൈകുന്നേരം കാടപ്പക്ഷിയും രാവിലെ മന്നയും അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. മന്ന മഞ്ഞുപോലെ വർഷിച്ചിരുന്നു. അത് വെളുത്തതും കൊത്തമ്പാലരി പോലുള്ളതും മധുരമുള്ളതുമായിരുന്നു. അന്നന്നത്തേക്ക് ആവശ്യമുള്ളതേ എടുക്കാവൂ എന്ന് അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നു. അതിനെതിരായി ചിലർ എടുത്ത് സൂക്ഷിച്ചു വെച്ചത് പുഴുത്ത് നാറുകയുണ്ടായി എന്നും മറ്റും ബൈബിൾ പ്രസ്താവിച്ച് കാണാം. പുറപ്പാട് 16-ാം അധ്യായം. ജനങ്ങൾ മന്ന പെറുക്കി ഇടിച്ചും പൊടിച്ചും പുഴുങ്ങിയും അപ്പമുണ്ടാക്കിയിരുന്നതായും അതിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അള്ളാഹുവിനറിയാം. മന്നായും സെൽവായും അവർക്ക് സുഭിക്ഷം ലഭിച്ചുകൊണ്ടിരുന്നുവെന്നും അത് കേവലം ഹൃദ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നുവെന്നും കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നാം നൽകിയ നല്ല വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുവിൻ എന്ന വാക്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എന്നാൽ ഇസ്രായേലിയർ ഈ അനുഗ്രഹത്തിൽ നന്ദിയുള്ളവരാവുകയല്ല ചെയ്തത്, നന്ദികേട് കാണിക്കുകയാണ് ചെയ്തത് എന്നത്രേ. വമാ വലമൂന, അവർ നമ്മെ ആക്രമിച്ചില്ല, എങ്കിലും അവർ അവരെ തന്നെ ആക്രമിക്കുകയായിരുന്നു ചെയ്തത് എന്ന വാക്യം ചൂണ്ടിക്കാട്ടുന്നത്. അഥവാ അതുമൂലം അള്ളാഹുവിനൊരു ദോഷവും സംഭവിച്ചില്ല, സംഭവിക്കുകയുമില്ല. അവർക്ക് തന്നെ അതുകൊണ്ട് ദോഷം ഭവിച്ചത് എന്ന് സാരം. ബൈബിളിന്റെ ഉദ്ധരണിയിൽ കണ്ടതുപോലെ അവർ തങ്ങളെ അന്നന്നത്തെ ആവശ്യത്തിൽ കവിഞ്ഞ് കൂടുതൽ എടുത്ത് സൂക്ഷിച്ചതിനെ ഉദ്ദേശിച്ചാണ് ഇപ്പറഞ്ഞതെന്ന് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നു. ഈ വാക്യം അതിനെ മാത്രം ഉദ്ദേശിച്ചതാണെന്ന് വെക്കുന്നത് ശരിയായിരിക്കയില്ലെന്നാണ് തോന്നുന്നത്. വല്ലാഹു അഅലം. ഇതിനെ തുടർന്നുകൊണ്ടുള്ള ആയത്തിൽ പിന്നീട് നാം നേരത്തെ സൂറത്തുൽ മാഇദയിലെ ആ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ ബൈത്തുൽ മഖ്ദിസ് അടങ്ങുന്ന ആ പ്രദേശമായ ഫലസ്തീനിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട ആയത്താണ് അടുത്ത ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് ഓതിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.
أعوذ بالله من الشيطان. وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള ആയത്തുകൾ, അതിൻ്റെ വിശദീകരണങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ബനു ഇസ്രായേൽ വിഭാഗത്തിൻ്റെ ചരിത്രമാണ് നാം ഇവിടെ ഈ ആയത്തുകളിലൂടെ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നൽകുന്ന ഈ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നാം നന്ദിയുള്ളവരായിരിക്കുക. ആ അനുഗ്രഹങ്ങൾക്ക് നിഷേധം പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരിക്കലും ഉൾപ്പെടാതിരിക്കുക. ഓരോ സന്ദർഭങ്ങളിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള കൽപ്പനകൾ ഒരു പ്രവാചകനിലൂടെ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കിനി വരാനില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള കൽപ്പനകൾ ധാരാളമാണ്. വിശുദ്ധ ഖുർആനിലൂടെ, സ്വഹീഹായ ഹദീസുകളിലൂടെ ആ കൽപ്പനകളും അതുപോലെ തന്നെ നിരോധനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം നാം പാലിക്കുക, നാം നിർവഹിക്കേണ്ടത് പൂർണ്ണമായും കൃത്യമായ രൂപത്തിൽ നാം നിർവഹിക്കുക, നാം വർജിക്കേണ്ടത് പൂർണ്ണമായും പാടെ നാം വർജിക്കുകയും ചെയ്യുക. അള്ളാഹുവിലേക്ക് അടുക്കുവാൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നാം കൂടുതൽ അടുക്കുക, അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുക, അള്ളാഹുവിൻ്റെ നാമങ്ങളെ നാം സ്മരിക്കുക, ദിക്റുകൾ നമ്മുടെ നാവുകളിലേക്ക് എപ്പോഴും കൊണ്ടുവരിക. അങ്ങനെ ആ നാവുകളിലൂടെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അതോടൊപ്പം അത് ഹൃദയത്തിൽ കൂടി സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ദാസന്മാരായി നമ്മളെല്ലാവരും മാറുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അതനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാനും മറ്റുള്ളവർക്ക് അതിൻ്റെ വിജ്ഞാനം പകർന്നു കൊടുക്കുവാനും സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഈ പ്രവർത്തനങ്ങളും
എല്ലാം നാളെ പരലോകത്ത് നമുക്ക് നേട്ടം കൈവരിക്കുവാനുള്ളതാണെന്ന ബോധത്തോടു കൂടി നാം പ്രവർത്തിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.